കേരള സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കോന്നി ഡിവിഷൻ ഫോറസ്റ്റ് കൺസർവേറ്റർ ശ്രീ ഷാനവാസ് ഖാൻ പ്രകൃതി സംരക്ഷണത്തെ പറ്റി ക്ലാസ് എടുത്തു. തദവസരത്തിൽ JC ഇന്ത്യ സോൺ 22 പ്രസിഡന്റ് JC സെനറ്റർ റോബിൻ അബ്രഹാം, സോൺ ഡയറക്ടർ മാനേജർ JC സെനറ്റർ സതീഷ് അമ്പാടി, സോൺ വൈസ് പ്രസിഡന്റ് JC സുരേഷ് കുമാർ, JF മജീബ് വർഗീസ്, JC വർഗീസ് ഡാനിയൽ, JC സ്റ്റാൻലി VK, ശ്രീ ആനന്ദപുരി സുരേന്ദ്രൻ, ശ്രീ NC കുറുപ്പ് തുടങ്ങിയവർ ആശംസ അർപ്പിച്ചു. പ്ലാസ്റ്റിക് ഉപയോഗം നിരുത്സാഹപ്പെടുന്നതിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ചണങ്ങൾ നിർമ്മിച്ച ബാഗും പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. പ്രകൃതി സംരക്ഷണ സന്ദേശം ഉൾപ്പെടുത്തി ലഘുലേഖകൾ വിതരണം ചെയ്തു. ഈ പരിപാടി JC ഇന്ത്യ സോൺ 22 വളരെ ആവശ്യമായ ഒരു പരിപാടി എന്ന് നമുക്ക് അഭിമാനിക്കാം. ജൂൺ 2-ാം തീയതി മുതൽ 5-ാം തീയതി വരെ എല്ലാ ദിവസവും പ്രകൃതി സംരക്ഷണത്തിനായി എല്ലാ നിലകളും വേൾഡ് എൻവയോൺമെന്റ് സ്പെഷ്യൽ ലഘുലേഖകൾ വിതരണം ചെയ്യുകയും വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ജൂൺ മാസം 5-ാം തീയതി രാവിലെ 11 മണിക്ക് ആനപ്പള്ളിയിലെ പ്രധാന റോഡ് സൈഡുകളിൽ തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും അതിന് സംരക്ഷണ വേദികൾ നിർമ്മിക്കുകയും ചെയ്തു. ജൂൺ മാസം 6-ാം തീയതി 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന അടൂർ കോളേജ് സ്കൂളിൽ വേൾഡ് എൻവയോൺമെന്റ് ബുക്ക്ലെറ്റ് വിതരണം ചെയ്തു. അത് പൊതുസമൂഹത്തിൽ വളരെ നല്ല അംഗീകാരം ലഭിക്കുകയുണ്ടായി. മിഡ്കോൺ പാലക്കാട് അപ്രാമറ്റ ബ്ലൂ സ്റ്റാഫ് ഹോസ്റ്റ് ചെയ്ത് മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ കൺവെൻഷൻ സെന്റർ നടന്ന മിഡ്കോൺ 2010 വർണ്ണമഴയിൽ നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് പ്രസിഡന്റ് JC സ്റ്റാൻലി VKയും പ്രസിഡന്റ് ഞാനും പങ്കെടുത്തു. നമ്മുടെ ചാപ്റ്റർ അഭിമാനമായി നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞ സോണിലെ റീജിയൻ 3-യിലെ ഏറ്റവും പുതിയ ചാപ്റ്ററിനുള്ള സോൺ പ്രസിഡന്റ് പ്രത്യേക അവാർഡ് നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇതിനായി എല്ലാ പ്രോത്സാഹനവും നൽകിയ സോൺ വൈസ് പ്രസിഡന്റ് JC സുരേഷ് കുമാറിനുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. JC വേൾഡ് പ്രസിഡന്റ് വിസിറ്റ് ചരിത്രത്തിൽ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന വർഷമായിട്ട് 2014 JCI ലോക നായകനായി ഒരു മലയാളി അധികാരമേറ്റത് നമുക്ക് ഏവർക്കും അഭിമാനത്തിന്റെ നിമിഷങ്ങളായിരുന്നു. JCI വേൾഡ് പ്രസിഡന്റ് വൈക്കം മുതൽ കൊല്ലം വരെയുള്ള സ്വീകരണ പരിപാടികൾ അടൂർ ടൗൺ എന്നീ ചാപ്റ്ററുമായി സഹകരിച്ച് അടൂർ ബൈപ്പാസ് റോഡിലെ വിമുക്തപടവൻ നൽകിയ സ്വീകരണ പരിപാടികൾ JCI ഫ്ലാഗ് ഏറ്റ് നമ്മുടെ ചാപ്റ്ററിലെ എല്ലാ അംഗങ്ങളും പങ്കെടുത്തു. അന്ന് JCI ലോക പ്രസിഡന്റ് കയ്യൊപ്പോട് കൂടിയ ഗ്രീൻ പ്ലഡ്ജ് നമുക്കും അടൂർ ചാപ്റ്റർക്കും മാത്രം അവകാശപ്പെട്ടതാണ്. ഇത് നമുക്ക് അഭിമാനിക്കാം. പ്രസിഡന്റിന്റെ വാഹനത്തിന് കൊല്ലം വരെ അനുഗമിക്കുകയും ചെയ്തു. ഇതായിരുന്നു അന്ന് കിട്ടിയ പ്രസിഡന്റിന്റെ പ്ലഡ്ജ്. ഉദയോത്സവം കൊല്ലം JC ഹോസ്റ്റ് ചെയ്ത് കൊല്ലം ടൗൺ ഹാളിൽ നടന്ന ലോക പ്രസിഡന്റ് പങ്കെടുത്ത ഉദയോത്സവ മഹാസമ്മേളനത്തിൽ നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് JC സ്റ്റാൻലി VK, CGM തങ്കച്ചൻ, പ്രൊഫസർ രാജു തോമസ്, ഷാജി G കൊച്ചി, ഞാനും പങ്കെടുത്തു. റിവ്യൂ ടു റിയാക്ട് 2017-2014 12 ചാപ്റ്റർ ഹോസ്റ്റ് ചെയ്ത് 12 ലയൺസ് ക്ലബ് സംഘടിപ്പിച്ച റിവ്യൂ ടു റിയാക്ട് പ്രസിഡന്റും സെക്രട്ടറിയും പങ്കെടുത്തു. പ്രസിഡന്റ് അർദ്ധവാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. സോൺ കോൺഫറൻസ് ആനപ്പള്ളി ചാപ്റ്ററിനെ സംബന്ധിച്ച് മറക്കുവാൻ കഴിയാത്ത സോൺ കോൺഫറൻസ് 2014 നവംബർ 8-ാം തീയതി ചങ്ങനാശ്ശേരി കോണ്ടൂർ കൺവെൻഷൻ സെന്ററിൽ നടന്ന സോൺ കോൺഫറൻസിൽ നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് 11 പേർ പങ്കെടുത്തു. സോൺ കോൺഫറൻസിൽ വെച്ച് നമ്മുടെ സോണിലെ ഏറ്റവും മികച്ച ചാപ്റ്ററിനുള്ള അവാർഡ് നമുക്ക് ലഭിച്ചു. ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങളിലൊന്നായ ഔട്ട്സ്റ്റാൻഡിംഗ് ന്യൂ ലോം അവാർഡ് നേടാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കാം. ഈ അവാർഡ് ലഭിക്കുവാൻ ആത്മാർത്ഥമായി സഹകരിച്ച എന്റെ ചാപ്റ്റർ മെമ്പേഴ്സിനെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയും ചെയ്യുന്നു. സോൺ കോൺഫറൻസിൽ 3-ാം ദിവസം നടന്ന ജനറൽ അസംബ്ലിയിൽ പ്രസിഡന്റ് പങ്കെടുത്തു. നമ്മുടെ സോൺ പ്രസിഡന്റായി JC സെനറ്റർ സതീഷ് അമ്പാടിയെ തിരഞ്ഞെടുത്തു. ബഹുമാനപ്പെട്ട സോൺ പ്രസിഡന്റിന് ആനന്ദപ്പള്ളി JCയുടെ അഭിനന്ദനങ്ങൾ. പ്രസിഡൻഷ്യൽ അക്കാദമി ആനന്ദപ്പള്ളി ചാപ്റ്ററിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകിയ നിമിഷങ്ങൾ വളരെ ശൈശവ ദിശയിലുള്ള 15 മാസം പ്രായമായ ആനന്ദപ്പള്ളി ചാപ്റ്ററിനെ JCI ഇന്ത്യ സോൺ 2022 സോണുകളുടെ പ്രസിഡന്റുമാർക്ക് വേണ്ടിയുള്ള 3 ദിവസം നീണ്ടുനിന്ന നേതൃത്വ പരിശീലനത്തിന് വേദിയൊരുക്കുവാൻ കഴിഞ്ഞതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാം. പ്രസിഡന്റ് അക്കാദമി പൈലറ്റായി JC സെനറ്റർ സതീഷ് കുമാർ P, കോ പൈലറ്റായി JC പ്രമോദ് കുമാർ, JC സെനറ്റർ അൻകുമാർ എന്നിവരും, ചെയർമാനായി സോൺ 22 പ്രസിഡന്റ് JC സെനറ്റർ റോബിൻ അബ്രഹാം, മുഖ്യാതിഥി സോൺ 22 പ്രസിഡന്റ് JC സെനറ്റർ രാംകുമാർ മേനോൻ, സോൺ പ്രസിഡന്റ് എലക്ട് JC സെനറ്റർ സതീഷ് അമ്പാടി ആൻഡ് സുധീർ അശോക് എന്നിവരും നമുക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഈ പരിപാടിയെ സംബന്ധിച്ച് മുൻ നാഷണൽ പ്രസിഡന്റും ഇപ്പോൾ ഇന്റർനാഷണൽ ട്രെയിനിംഗ് കമ്മീഷണറുമായ പൈലറ്റ് JC സെനറ്റർ സന്തോഷ് കുമാർ സോഷ്യൽ മീഡിയയിൽ നൽകിയ അഭിനന്ദന വാക്കുകൾ ഒരിക്കലും മറക്കുവാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ താഴെ ചേർക്കുന്നു. ഈ വലിയ അംഗീകാരത്തിന് ഞങ്ങൾ അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. കൺക്ലൂഷൻ നമ്മുടെ ചാപ്റ്റർ മെമ്പറും വൈസ് പ്രസിഡന്റുമായ ആനപ്പള്ളിയിലെ എല്ലാ സംഘടനകളിലും ഊർജ്ജമായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയ തോമസ് ഫ്രാൻസിസ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടിയ ആദ്യ യോഗമാണ് ആനപ്പള്ളി JCIക്ക് രൂപം നൽകിയത്. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി JC ആനന്ദപ്പള്ളിയുടെ പ്രവർത്തനങ്ങൾ തിരികെ എത്തുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്നെ ആത്മാർത്ഥമായി സഹായിച്ച സെക്രട്ടറി JC CGM തങ്കച്ചൻ, ട്രഷറർ JC ബിജു ജോർജ്, JC പ്രൊഫസർ രാജു തോമസ്, JC വസന്ത സുകുമാർ, JC VC ജേക്കബ്, JC വർഗീസ് PV, JC വർഗീസ് സ്റ്റാൻലി, JC സ്റ്റാൻലി VK, JC മാത്യു സ്റ്റാൻലി, JC യോഹനൻ മത്തായി, JC ബോബി മാത്തുള്ളി എന്നിവർക്ക് എന്റെ സ്നേഹപൂർവ്വമായ നന്ദി അറിയിക്കുന്നു.
ഒപ്പം ശൈശവ ദിശയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല പ്രോത്സാഹനം നൽകിയ സോൺ ഡെലിറ്റിലെ എല്ലാ നേതാക്കളും, പ്രത്യേകമായി സോൺ പ്രസിഡന്റ് JC സെനറ്റർ റോബിൻ അബ്രഹാം, JC സെനറ്റർ സതീഷ് അമ്പാടി, സോൺ അസൈൻ വൈസ് പ്രസിഡന്റ് JC സുരേഷ് കുമാർ, JFM നിസാർ മാക്കെ, എല്ലാത്തിനുപരിയായി JFM അജി പി വർഗീസ് എന്നിവരുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളെയും എവിടെയും ശോഭിക്കണമെങ്കിൽ എന്റെ കുടുംബത്തിന്റെ പിൻബലം ഉണ്ടായിരുന്നു. തിരക്കിട്ട ജോലിയിലും JCA പ്രവർത്തനം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴും എന്റെ എല്ലാ പ്രവർത്തന വിജയത്തിനുമായി എന്നെ ഏറ്റവും പ്രോത്സാഹിപ്പിച്ച എന്റെ പ്രിയ ഭാര്യ ബിന്ദു, മക്കൾ അരുൺ, അഞ്ജലി, എന്റെ പ്രിയ പിതാവുമടങ്ങിയ എന്റെ കുടുംബത്തിന് ഈ അവസരം ഞാൻ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. ചിലപ്പോൾ ഈ പ്രസിഡൻഷ്യൽ റിപ്പോർട്ടിൽ പരാമർശിക്കാത്ത ഏറ്റവും പ്രിയപ്പെട്ട ചിലരെങ്കിലും ഉണ്ടാകാം. അതൊരിക്കലും മനഃപൂർവ്വമല്ല എന്ന് മനസ്സിലാക്കി എന്നോട് ക്ഷമിക്കുവാൻ കഴിയുന്ന അവരുടെ നല്ല മനസ്സ് നന്ദി അർപ്പിക്കുന്നു. JC ആനന്ദപുരയുടെ പ്രഥമ പ്രസിഡന്റായി 16 മാസക്കാലം പ്രവർത്തിക്കുവാനും എല്ലാ വിജയത്തിനായി എന്നെ സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പ്രസിഡൻഷ്യൽ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. വിനയപൂർവ്വം.